പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനത്തെ കൂടെ അറിയിക്കുന്നു. 149 സങ്കീർത്തനക്കാരൻ പാടുന്നു, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായി തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് അർപ്പിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് ആരാധനയും സ്തുതിഗീതങ്ങളും എന്നുള്ളത്. ദൈവത്തെ സ്തുതിക്കുന്നത് യോഗ്യവും നാം ദൈവത്തെ പാടി ആരാധിക്കുന്നത് മറ്റ് മൃഗയാഗങ്ങളെക്കാൾ ദൈവത്തിന് പ്രസാദവുമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം പാട്ടും ആരാധനയും മാത്രമെന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരും കുറവല്ല. എന്നാൽ നാം ദൈവത്തെ പാടി ആരാധിക്കുന്നതിനോടൊപ്പം വചനത്തിനും ജീവിതത്തിൽ തുല്യ പ്രാധാന്യം കൊടുക്കണം. ചിലർ അന്യഭാഷയെയും ശബ്ദത്തോടു കൂടിയുള്ള ആരാധനകളെയും പാടെ നിഷേധിക്കുന്നവരും അങ്ങനെയുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ഒരേ സമയം പാട്ടുകാരും പട്ടാളക്കാരും ആണെന്നൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയാണ്. വചനത്തിന് ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം പോലെ തന്നെ ആരാധനയ്ക്കും തുല്യ പ്രാധാന്യമുണ്ട്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ വിജയകരമായ ക്രിസ്തീയ ജീവിതവും ആത്മീയ സന്തോഷവും പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ജനം ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ വീണുവെന്നും ഗിദെയോനും കൂട്ടരും ആർപ്പിട്ടപ്പോൾ മിദ്യാനി സൈന്യം പരാജയപ്പെട്ടുവെന്നും കാരാഗൃഹത്തിൽ വെച്ച് പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകുകയും എല്ലാവരുടെയും ചങ്ങല വീണുപോവുകയും ചെയ്തുവല്ലോ. എന്തെന്നാൽ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിച്ചതിന് ശേഷമാണ് എരിഹോ കോട്ട പിടിച്ചടക്കുവാൻ പോയത് ആർപ്പിട്ടതുമെന്ന് നാം തിരിച്ചറിയുകയും മറക്കുകയും ചെയ്യരുത്. പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരം ആയിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലെത്രേ ആയിരുന്നതെന്ന് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുവാനിടയായി. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ദൈവവചനം പ്രസംഗിച്ചെങ്കിൽ മാത്രമേ അത് ഫലമായി തീരുകയുള്ളൂ. ചുരുക്കത്തിൽ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും സ്തോത്രവും സ്തുതിയും ഒരുപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ആകയാൽ നമ്മുടെ ഹൃദയം വചനം കൊണ്ട് അധരം പുകഴ്ചകളാൽ നിറഞ്ഞും ഉള്ളവരായി ഈ പ്രഭാതം തീരട്ടെ. ദൈവസന്നിധിയിൽ ആരാധനയും വചനം പാലനവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാം. ആരാധനയ്ക്കും വചനത്തിനും ഒരുപോലെ സ്ഥാനം നാം കൊടുക്കുമ്പോൾ നമ്മുടെ യാചനകൾക്കും പ്രാർത്ഥനകൾക്കും സ്വർഗം മറുപടി നൽകുവാനിടയാകും. ആയതിനാൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തട്ടെ, അതിനൊക്കെയും ആധാരമായി തീരട്ടെ. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്നും ശത്രു കവർന്നു കൊണ്ടുപോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രഭാതം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. യഥാസ്ഥാനപ്പെട്ട് നാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടുന്നു, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായി തലയുള്ള വാളും ഉണ്ടായിരുന്നു. അതെ, ആരാധനയും പാട്ടും ഒപ്പം ഇരുവായി തലയുള്ള ദൈവത്തിൻ്റെ വചനവും അവിടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു, അവിടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, അവിടെ ആധാരങ്ങളിൽ ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് അവർ യാഥാർത്ഥ്യമാക്കി തീർത്തത് കൊണ്ട് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ അവർക്ക് ഭക്തന്മാർക്ക് കഴിയുവാനിടയായി. വാത്സല്യ ദൈവകുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം പാട്ടും ആരാധനയും ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ദൈവസഭയെ നിറയ്ക്കുന്ന സ്തോത്രം അനുഭവമാകാതെ വചനത്തിൻ്റെ
പരിജ്ഞാനത്തിൽ, ദൈവകൃപയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. ആമേൻ. നാഥൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവേ, ആമേൻ, ഹൃദയത്തിൻ്റെ ഫലകമേൽ എഴുതുവാൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ പ്രാപിക്കേണ്ടതിന്, വചനത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ അധരങ്ങൾ സ്തുതിയും സ്തോത്രവും ആരാധനയായി നിറയുവാൻ സ്വർഗം കൃപ ചെയ്യണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. രോഗശയ്യയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവരുണ്ട്, മാനസിക നിരാശകളിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ, ആമേൻ, വചനമയച്ച് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ആമേൻ, ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ദൈവകൃപയിൽ മറയ്ക്കും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.